നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ആദ്യ കാലം മുതൽ നമ്മുടെ പ്രിയങ്കരിയായി മാറിയ ഡോക്ടർ വിനിത രഞ്ജിത്ത്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. കലോത്സവമല്ലേ, അതിന്റെ തിരക്കിലാണ് ഇപ്പോ. പാട്ടുകളൊക്കെ പൊളിക്കുന്നു, വൈറലാവുന്ന പാട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. താങ്ക് യു. ആഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും, പിന്നെ തീർച്ചയായിട്ടും അതൊരു കാലമായിരുന്നല്ലോ. അതിങ്ങനെ ഞാൻ അതൊക്കെ ഒരു കാലം. എന്താ പറയാ, മറ്റേ എന്ത് രസമുള്ള ദിനങ്ങളായിരുന്നു, മനോഹരമായ ദിനങ്ങളായിരുന്നു. അതെ പറഞ്ഞ പോലെയാണത് കലോത്സവം. അത് എന്താ പറയാ, അതൊരു മത്സരത്തിനപ്പുറത്ത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വൈക്കം വിജയലക്ഷ്മിയെ കണ്ടിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഒരുമിച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാം ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം കൂടിയിട്ടാണ് ഒരു പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ അന്ന് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് പാടുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു, പാട്ട് പാടുന്നു, കൈയടിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധം കൂടെയാണല്ലോ ഈ കലോത്സവത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്ക് അങ്ങനെയാ, വീട്ടുകാർക്കും എല്ലാവരും ഇങ്ങനെ സ്ഥിരം നിങ്ങളെ കണ്ടിട്ട് ഒരു കുടുംബം നിങ്ങളെ കാണുന്നത്. സ്റ്റാർ സിംഗർ വന്നതിന് ശേഷം അതും അങ്ങനെ തന്നെയായിരുന്നു. കോമ്പറ്റീഷന്റെ അപ്പുറത്തേക്ക് ഒരു ബിൽഡ് ചെയ്ത ഒരു സ്നേഹബന്ധം ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഓരോരോ നിലയിലെ പാട്ടിന്റെ മേഖലയിൽ. അതെ. ഓ ആയിക്കോട്ടെ. ഏതാ പാടാൻ പോണേ? അതല്ലാതെ എന്ത് അല്ലേ? ഈ എളവത്തൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത മുറിച്ച മുള്ള നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ. ഇണ്ടൽ കൊണ്ട് ഞാൻ മിണ്ടിയില്ല, അത് കുറ്റമാക്കല്ലേ. ആ കടക്കണ്ണിനൊരു തിളക്കം കണ്ടടി, കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിട്ടുള്ളില് വലിച്ച മതിരി ധരിച്ച് നിന്നടി ഞാനേ. ആ കടക്കണ്ണിനൊരു തിളക്കം കണ്ടടി, കറുത്ത കള്ളന്റെ ചിരിയും പഠിച്ച കള്ളൻ പണി പറ്റിച്ചടി കുടുങ്ങിപ്പോയടി ഞാനേ. അതെ, എന്ത് ബ്യൂട്ടിഫുൾ. ഈ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ മീശമാധവൻ സിനിമ ഞാൻ 3 തവണ കണ്ടിട്ടുണ്ട്. കാരണം ടൈറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ CD-ലും കാസറ്റിലും ഒന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനു വേണ്ടി തന്നെ കണ്ടിട്ടുണ്ട്. അതെ. ആശംസകളും ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഗർജിക്കാത്ത ഹാഷ്മി ഒന്ന് കാണാൻ പറ്റില്ല, സന്തോഷം. അത് നമ്മളോട് എല്ലാരും ചോദിക്കും, ഹാഷ്മി ഭയങ്കര ഗൗരവക്കാരനാണോ, ഗർജിക്കും? പക്ഷെ നേരെ തിരിച്ചാ, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ അതും ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഒരു മണിക്കൂറുള്ള ഗർജനയുള്ളൂ. അത് പാവം. ശരി, അപ്പൊ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതാണ് ഡോക്ടർ വിനീത. ഗംഭീരമായി പാട്ടുപാടി, ഒരുപാട് പാട്ടുകൾ പാടുന്ന എലവത്തൂരാണ് മാസ്റ്റർ പീസ്. നമ്മൾ പിടിച്ചു. മാസ്റ്റർ പീസ് പാടിച്ചു വിട്ടു. അവർക്ക് അടുത്ത പണിയുണ്ട്. വേറെ പണിയൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ മകൻ വരുന്നുണ്ട് ട്രെയിനിൽ, മകനെ പിക്ക് ചെയ്യാൻ പോയി. അപ്പൊ പ്രധാന വേദി അവിടെ ഒരുങ്ങാണ്. ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇവിടെ ക്ലീൻ. ചേച്ചി എന്നാ ഉണ്ട്? വാന്ന് ചേച്ചിക്ക് നാണം വന്നു. ചേച്ചി വേറെ ചേച്ചി ഉണ്ട്. അന്ന് സാറ് വന്നപ്പോ കണ്ടായിരുന്നു. പൊടി കയറാതിരിക്കാൻ ചേച്ചി ഇങ്ങോട്ട് വരും. ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് കാണട്ടെ, ഗ്രീൻ വോളണ്ടിയർ ആണ്. എങ്ങനെയുണ്ട് ചേച്ചി കാര്യങ്ങളൊക്കെ? ഇന്നിപ്പോ കുഴപ്പമില്ല, ലാസ്റ്റ് ഭംഗിയൊക്കെ ഉണ്ട്. ഞങ്ങള് എല്ലായിടത്തും ചേച്ചി ഒന്നും പറയില്ല, പാവം. ആൾക്കാർ പ്ലാസ്റ്റിക് കൊണ്ടിടും. അങ്ങനെ ഇടാൻ പാടുണ്ടോ? ആൾക്കാർ പ്ലാസ്റ്റിക് കൊണ്ടിടും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് അത് പെറുക്കാരാവല്ലോ ഒന്ന് അല്ലേ? അങ്ങനെ ഇടാൻ പാടുണ്ടോ? പാടില്ലെന്ന് പറയാൻ അത് പാടില്ല. അത്രേ ഉള്ളൂ. ചേച്ചി പറഞ്ഞു ഇനി ഇടാൻ പാടില്ല. നന്നായി പോണു. പരിപാടിയൊക്കെ നന്നായി. നിങ്ങൾക്ക് മിസ് ചെയ്യും. ഒരു നേരം കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എല്ലാം വൃത്തിയാക്കി വരുന്ന കാരണം പറ്റണമെന്നില്ല. വിലാസിനി, ജാനകി. ജാനകി വിലാസിനി. പിന്നെ